നമസ്കാരം. നമ്മൾ ഇന്നൊരു പ്രധാന വിഷയമാണ് വിശദമായിട്ടൊന്ന് നോക്കുന്നത്. നിങ്ങൾ സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കൂൾ ബസ്സിലോ ടൂറിസ്റ്റ് ബസ്സിലോ ഒക്കെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. തീർച്ചയായും. നമ്മളിന്ന് സംസാരിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഈ അടുത്ത കാലത്ത് വന്ന ഒരു വിധിയെക്കുറിച്ചാണ്. പൊതുവെ ഇതിപ്പോ സാറ്റ് കേസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2025 ഓഗസ്റ്റ് 27-നാണ് ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് ഈ വിധി പറഞ്ഞത്. ഇത് പ്രധാനമായും സ്റ്റേജ് കാരേജ്, അതായത് നമ്മുടെ സാധാരണ ബസ്സുകൾ, പിന്നെ ടൂറിസ്റ്റ് ടാക്സി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബസ്സുകൾ, ഇവരുടെ എല്ലാം ഓപ്പറേറ്റർമാർ കൊടുത്ത കുറേ ഹർജികളിലാണ് ഈ ഒരു തീരുമാനം വന്നത്. അതെ. അപ്പോ നമ്മുടെ ഈ സംഭാഷണത്തിന് ആധാരം ഈ കോടതി വിധിയുടെ പകർപ്പ് തന്നെയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, അതായത് STA, നമ്മുടെ സംസ്ഥാനത്തെ ഗതാഗത കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പ്രധാന അതോറിറ്റി, കുറച്ച് പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നു. പൊതുഗതാഗത വാഹനങ്ങളിലെ ക്യാമറ വേണം, ഡ്രൈവർ ക്ഷീണിച്ചിട്ടുണ്ടോന്ന് കണ്ടുപിടിക്കാൻ സെൻസർ വേണം, ജിയോ ഫെൻസിംഗ് വേണം എന്നൊക്കെ. അതോടൊപ്പം തന്നെ വാഹന ഉടമകൾക്കും ജീവനക്കാർക്കും, അതായത് ഡ്രൈവർ, കണ്ടക്ടർ പോലുള്ളവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC നിർബന്ധമാക്കി. ഇതിനെതിരെയാണ് ഓപ്പറേറ്റർമാർ കോടതിയിൽ പോയത്. ഇതിലെ പ്രധാനപ്പെട്ടൊരു നിയമപ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇങ്ങനെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് നേരിട്ട് ബാധിക്കുന്ന ഈ ബസ് ഓപ്പറേറ്റർമാരെ പോലുള്ളവരെ മുൻകൂട്ടി കേൾക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു നിയമപരമായ ബാധ്യതയാണോ? അതോടൊപ്പം STAക്ക് ഇങ്ങനെ നിബന്ധന വയ്ക്കാൻ അധികാരമുണ്ടോ? ഇതൊക്കെയായിരുന്നു പ്രധാന ചോദ്യങ്ങൾ. ശരിയാണ്. അതായത് ഒരു വശത്ത് ഈ റോഡപകടങ്ങൾ കുറയ്ക്കാനും യാത്രക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ സുരക്ഷ കൂട്ടാനും സർക്കാരിന്റെ ശ്രമം. മറുവശത്ത് ഈ പുതിയ നിയമങ്ങൾ കാരണം തങ്ങൾക്കുണ്ടാവുന്ന വലിയ ചെലവ്, ഇത് നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ ജീവനക്കാരെ കിട്ടാനുള്ള പ്രയാസം, ഇതൊക്കെ ഓപ്പറേറ്റർമാരും പറയുന്നു. അവരുടെ അവകാശങ്ങളുടെ പ്രശ്നവും. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. ആദ്യം ഹർജിക്കാർ എന്തൊക്കെ വാദങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചതെന്ന് നോക്കിയാലോ? ഹർജിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ നടപടിക്രമങ്ങളിൽ പറ്റിയ പിഴവാണ്. അതായത് 2025 ജാനുവരി 24-ന് STA ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗിലാണ് ഈ നിർബന്ധിത നിബന്ധനകളൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ, യോഗത്തിന്റെ അജണ്ടയിൽ ഈ വിഷയങ്ങൾ ആദ്യമേ ഉണ്ടായിരുന്നില്ല. പിന്നീടൊരു അധിക അജണ്ടയായിട്ട് ഇത് കൊണ്ടുവന്നതാണ്. അവർക്ക് യാതൊരു നോട്ടീസും കൊടുത്തില്ല, അവർക്ക് ഭാഗം പറയാൻ അവസരം കിട്ടിയില്ല. ഇത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്. അതായിരുന്നു അവരുടെ പ്രധാന വാദം. സ്വാഭാവിക നീതി, അതായത് ഒരു തീരുമാനം ഒരാളെ ബാധിക്കുമെങ്കിൽ അയാളുടെ ഭാഗം കേൾക്കണം എന്നുള്ള ആ ഒരു അടിസ്ഥാന തത്വം, അത് ലംഘിക്കപ്പെട്ടു എന്ന്. ഇതിന് നിയമത്തിലേതെങ്കിലും വകുപ്പുകൾ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു? തീർച്ചയായും. കേരള മോട്ടോർ വാഹന ചട്ടങ്ങളിലെ റൂൾ 123, 140 ഇതൊക്കെ പ്രകാരം തീരുമാനം ബാധിക്കാൻ സാധ്യതയുള്ളവർക്ക് നോട്ടീസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ റൂൾ 128 പ്രകാരം അവർക്ക് ആക്ഷേപം പറയാൻ അവസരം കൊടുക്കണമെന്നും പറയുന്നു. ഇതൊന്നും അവിടെ പാലിച്ചില്ല എന്നാണ് അവർ വാദിച്ചത്. ഞങ്ങളെ കേട്ടില്ല എന്ന്. ശരി. ഇനി അധികാരത്തിന്റെ കാര്യത്തിലും അവർ തർക്കം പറഞ്ഞിരുന്നല്ലോ. STAക്ക് ഇതിന് അധികാരമില്ല എന്നൊരു വാദം. ഉണ്ടായിരുന്നോ? മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 68(3) അനുസരിച്ച് നിയമങ്ങളുണ്ടാക്കാനുള്ള അധികാരം ശരിക്കും സംസ്ഥാന സർക്കാരിനാണ്, STAക്കല്ല എന്നവർ വാദിച്ചു. പിന്നെ നിലവിലുള്ള പെർമിറ്റ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെങ്കിൽ സെക്ഷൻ 72(2) അനുസരിച്ച് 1 മാസമെങ്കിലും നോട്ടീസ് കൊടുക്കണമെന്നുണ്ട്. അതും പാലിച്ചില്ല. ചുരുക്കത്തിൽ STA അവരുടെ അധികാര പരിധി ലംഘിച്ചു എന്നായിരുന്നു വാദം. ഓക്കെ. ഇനിയിപ്പോൾ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC നിർബന്ധമാക്കിയതിനെക്കുറിച്ച് അവരെന്താണ് പറഞ്ഞത്? അത് കുറച്ചധികം വിവാദമായിരുന്നല്ലോ. അതെ. PCC വിഷയത്തിൽ വളരെ ശക്തമായ വാദങ്ങളാണ് അവർ ഉന്നയിച്ചത്. ഡ്രൈവർ, കണ്ടക്ടർ, ഡോർ അസിസ്റ്റന്റ് ഇവർക്കൊക്കെ PCC നിർബന്ധമാക്കിയത് ഏകപക്ഷീയമാണ്, അതിന് നിയമത്തിന്റെ പിൻബലമില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം നിലവിൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ലൈസൻസ് കൊടുക്കാനും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് റദ്ദാക്കാനും ഒക്കെ വ്യക്തമായ നിയമങ്ങളും നടപടിക്രമങ്ങളുമുണ്ട്. ഇതിനെയൊക്കെ മറികടന്നാണ് ഈ PCC കൊണ്ടുവന്നത് എന്നായിരുന്നു വാദം. അതായത് നിലവിലുള്ള ആ ലൈസൻസിംഗ് സിസ്റ്റം തന്നെ ഇതുകൊണ്ട് അപ്രസക്തമാവുന്നു അല്ലേ? ഒരു തരത്തിൽ അങ്ങനെ പറയാം. അതായത് ലൈസൻസ് ഉള്ള ഒരാള് അയാൾ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായി എന്നതുകൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടണമെന്നില്ല. പ്രതിയായാൽ മതി,
അയാളെ ജോലിയിൽ നിന്ന് തടയുന്നത് ശരിയല്ല, ഇത് ഭരണഘടനയിലുള്ള തൊഴിൽ ചെയ്യാനുള്ള മൗലികാവകാശം ആർട്ടിക്കിൾ 19(1)(g) അതിന്റെ ലംഘനമാണെന്നും അവർ പറഞ്ഞു. പിന്നെ ഈ സിവിൽ തർക്കങ്ങൾ പോലും ക്രിമിനൽ കേസാകുന്ന ഒരു നാട്ടിൽ എല്ലാ കേസും ഒരുപോലെ കാണുന്നത് ശരിയല്ല എന്നും അവർ പറഞ്ഞു. ശരിയാണ്. കുടുംബവഴക്ക്, അതിർത്തി തർക്കം, ചെക്ക് കേസ് ഇതൊക്കെ PCCയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുതന്നെ ഈ വ്യവസ്ഥയിൽ ഒരു യുക്തിയില്ലായ്മ കാണിക്കുന്നു എന്നും അവർ വാദിച്ചു. ശരി. ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും അവർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും ആയിരക്കണക്കിന് ജീവനക്കാർക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും ഈ PCC എടുപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ചെലവുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് ജീവനക്കാരുടെ ക്ഷാമം കൂട്ടുകയുള്ളൂ എന്നും അവർ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപന ബസ്സുടമകളാണെങ്കിൽ ഈ ക്യാമറ വെക്കുന്നതിൻ്റെ ഭീമമായ ചെലവ്, അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടി. ചിലർ പറഞ്ഞത് നിലവിൽ തന്നെ സുരക്ഷയ്ക്ക് വേറെ നിയമങ്ങളൊക്കെയുണ്ട്, റൂൾ 153, 153A പോലെ, അപ്പോൾ പിന്നെ പുതിയ നിർദ്ദേശങ്ങളുടെ ആവശ്യമില്ല എന്നായിരുന്നു. ഓക്കെ, അപ്പോ ഹർജിക്കാരുടെ ഭാഗം ഏകദേശം വ്യക്തമായി. നടപടിക്രമങ്ങളിലെ പിഴവ്, അധികാരമില്ലായ്മ, PCC പോലുള്ള കാര്യങ്ങളിലെ നിയമപരവും പ്രായോഗികവുമായ പ്രശ്നങ്ങൾ, നിലവിലുള്ള നിയമങ്ങളുമായി ഒത്തുപോകാത്തത്, ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. ഇതിനെ സർക്കാർ എങ്ങനെയാണ് പ്രതിരോധിച്ചത്? എന്തായിരുന്നു സർക്കാരിന്റെ ഭാഗം? സർക്കാർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് പൊതുതാൽപര്യത്തിലാണ്. അതായത് റോഡപകടങ്ങൾ കൂടുന്നു, ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണം അപകടങ്ങളുണ്ടാവുന്നു, ബസ്സുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങളുണ്ടാവുന്നു, ഇതൊക്കെ ചൂണ്ടിക്കാട്ടി. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ലക്ഷ്യം വെച്ചാണ് ഈ പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നത്. ഇതൊരു നയപരമായ തീരുമാനമാണ്, അതിൽ കോടതി ഇടപെടരുത് എന്നും സർക്കാർ വാദിച്ചു. പക്ഷേ ഈ ഓപ്പറേഷന്മാരെ കേട്ടില്ല എന്ന വാദത്തെ സർക്കാർ എങ്ങനെയാണ് നേരിട്ടത്? അതാണല്ലോ അവരുടെ പ്രധാന പോയിന്റ്. അവിടെയാണ് സർക്കാർ ഒരു പ്രധാനപ്പെട്ട നിയമപരമായ നിലപാടെടുത്തത്. അതായത് പൊതുതാൽപര്യം മുൻനിർത്തി ഒരു നയപരമായ തീരുമാനമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ, അത് ബാധിക്കുന്ന എല്ലാ കക്ഷികളെയും കേൾക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ശരിക്കും താൽപ്പര്യമുള്ളവരും ബാധിക്കപ്പെടുന്നവരും പൊതുജനങ്ങളാണ്, യാത്രക്കാരാണ്, അല്ലാതെ ബസ് ഉടമകളല്ല എന്നായിരുന്നു അവരുടെ വാദം. ഇത് രസകരമാണല്ലോ. സാധാരണ നമ്മൾ കേൾക്കുന്നത് നിയമം ബാധിക്കുന്നവരെ കേൾക്കണമെന്നാണല്ലോ. ഇതിന് സർക്കാർ നിയമപരമായ എന്തെങ്കിലും പിൻബലം കൊടുത്തോ? കൊടുത്തു. പണ്ട് വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ടൊരു സുപ്രീം കോടതി വിധിയുണ്ട്. അതവർ ഉദ്ധരിച്ചു. ഒരു സാധനത്തിന്റെ വില നിയന്ത്രിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഉപഭോക്താക്കളെയാണ്. അപ്പം നിർമ്മാതാക്കളെ കേൾക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ആ വിധിയിൽ പറഞ്ഞിരുന്നു. അതേ തത്വം ഇവിടെയും ബാധകമാണ്. യാത്രക്കാരുടെ സുരക്ഷയാണ് വിഷയം. അപ്പോൾ ബസ് ഓപ്പറേറ്റർമാരെ കേൾക്കണമെന്ന് വാശുപിടിക്കുന്നത് ശരിയല്ല. ഇതായിരുന്നു സർക്കാരുടെ നിലപാട്. ഓക്കെ. ഇനി STA-യുടെ അധികാരത്തെക്കുറിച്ചുള്ള വാദമോ? അവർക്കിതിന് അധികാരമുണ്ടെന്ന് സർക്കാർ എങ്ങനെയാ സ്ഥാപിച്ചത്? മോട്ടോർ വാഹന നിയമം സെക്ഷൻ 68 പ്രകാരം STA-ക്ക് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റികൾ, അതായത് RTIകളുടെ പ്രവർത്തനങ്ങളെയും നയങ്ങളെയും ഏകോപിപ്പിക്കാനും നിയന്ത്രിക്കാനും അധികാരമുണ്ടെന്ന് സർക്കാർ പറഞ്ഞു. സംസ്ഥാനത്തുടനീളം ഗതാഗത നയങ്ങളിൽ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാനാണ് STA ശ്രമിച്ചത്. ഇത് സെക്ഷൻ 68 പ്രകാരമുള്ള അധികാരമാണ്. സെക്ഷൻ 67 പ്രകാരം സംസ്ഥാന സർക്കാരിന് പൊതുവായ അധികാരമുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അത് STA-യുടെ ഈ പ്രത്യേക അധികാരത്തെ ഇല്ലാതാക്കുന്നില്ല. രണ്ടും ഒരുമിച്ച് നിൽക്കും. ഹർജിക്കാർ പറഞ്ഞ ആ ചട്ടങ്ങൾക്ക് വിധേയമായി, സബ്ജക്റ്റ് റൂൾസ് എന്നതിനെക്കുറിച്ചോ? സർക്കാർ അതിനും മറുപടി കൊടുത്തു. ചട്ടങ്ങൾക്ക് വിധേയമായി എന്ന് പറഞ്ഞാൽ നിലവിൽ ചട്ടങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാതെ എല്ലാ കാര്യത്തിനും ആദ്യം ചട്ടങ്ങൾ ഉണ്ടാക്കണം എന്നിട്ടേ അധികാരം ഉപയോഗിക്കാവൂ എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിനായിട്ട് സുപ്രീം കോടതിയുടെയും ബോംബെ ഹൈക്കോടതിയുടെയും ഒക്കെ പഴയ വിധികൾ അവർ ആശ്രയിച്ചു. ചുരുക്കത്തിൽ STA ചെയ്തത് നിയമപരമായി ശരിയാണ് എന്ന് സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞു. ശരി. PCCയെക്കുറിച്ചുള്ള വാദങ്ങളെ സർക്കാർ എങ്ങനെ പ്രതിരോധിച്ചു? നിലവിൽ തന്നെ റൂൾ 153 അനുസരിച്ച് ജീവനക്കാരുടെ പൂർവ്വചരിത്രം പരിശോധിക്കേണ്ടത് ഉടമയുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ട്. അത് സർക്കാർ ചൂണ്ടിക്കാട്ടി. അതുപോലെ ലൈസൻസ് കൊടുക്കുന്നതിന് മുൻപ് അയോഗ്യതയുണ്ടോ എന്ന് നോക്കാൻ ലൈസൻസിംഗ് അതോറിറ്റിക്ക് റൂൾ 10 പ്രകാരം അധികാരമുണ്ട് എന്നും അവർ പറഞ്ഞു. കർണാടക ഹൈക്കോടതി പോലും ഡ്രൈവർമാർക്ക് പോലീസ് വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് PCC നിർബന്ധമാക്കുന്നത് നിയമവിരുദ്ധമല്ല, അത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നല്ലൊരു മാർഗമാണ്
എന്നായിരുന്നു സർക്കാരിന്റെ വാദം. അതായത് സർക്കാർ വാദിച്ചത് തങ്ങൾക്ക് അധികാരമുണ്ട്, പൊതുതാൽപര്യത്തിനാണ് മുൻഗണന, അതിന് ഓപ്പറേറ്റർമാരെ കേൾക്കണമെന്നില്ല, PCC പോലുള്ള നടപടികൾ നിയമപരവുമാണ്, ആവശ്യവുമാണ് എന്നൊക്കെയാണ്. അപ്പോ ഇരുപക്ഷത്തിനെയും വാദങ്ങൾ നമ്മൾ കേട്ടു. ഇനി കോടതിയുടെ കണ്ടെത്തലുകളിലേക്ക് വരാം. അന്തിമവിധി എന്തായിരുന്നു? ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് ഈ വിഷയങ്ങളെയൊക്കെ എങ്ങനെയാണ് കണ്ടത്? ആരുടെ വാദമാണ് കോടതി ശരിവെച്ചത്? കോടതി അടിസ്ഥാനപരമായി പറഞ്ഞാൽ സർക്കാരിന്റെയും STAയുടെയും വാദങ്ങൾ ശരിവെക്കുകയാണ് ചെയ്തത്. ഹർജിക്കാരുടെ പ്രധാന വാദങ്ങളെല്ലാം കോടതി തള്ളി. ഒന്നാമത്തെ കാര്യം, ഈ ഓപ്പറേറ്റർമാരെ കേട്ടില്ല എന്ന വാദം. പൊതുതാൽപര്യം മുൻനിർത്തി നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ബാധിക്കുന്ന പെർമിറ്റ് ഉടമകളെ കേൾക്കേണ്ട നിയമപരമായ ബാധ്യതയില്ല എന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോ ഹർജിക്കാര് ചൂണ്ടിക്കാണിച്ച റൂൾ 123, 140, 128 അതനുസരിച്ച് കേൾക്കണ്ടേ? കോടതി പറഞ്ഞത്, ആ ചട്ടങ്ങളിലൊക്കെ പറയുന്നത് തീരുമാനം ബാധിക്കാൻ സാധ്യതയുള്ളവർക്ക് അല്ലെങ്കിൽ അതോറിറ്റിക്ക് ഉചിതമെന്ന് തോന്നുന്നവർക്കൊക്കെയാണ് നോട്ടീസ് നൽകേണ്ടത് എന്നാണ്. റൂൾ 128 പ്രകാരം കേൾക്കപ്പെടാൻ അവകാശമുള്ളവർക്ക് മാത്രമേ ആക്ഷേപം ഉന്നയിക്കാൻ പറ്റൂ. ഇവിടെ വിഷയം പൊതുസുരക്ഷയാണ്. അതിന്റെ ഗുണഭോക്താക്കളാരാണ്? പൊതുജനങ്ങളും യാത്രക്കാരും. അതുകൊണ്ട് പെർമിറ്റ് ഉടമകൾക്ക് ഈ വിഷയത്തിൽ കേൾക്കപ്പെടാൻ നിയമപരമായ അവകാശമില്ല. സുപ്രീം കോടതിയുടെ ആ വില നിയന്ത്രണ കേസിലെ അതേ തത്വം കോടതി ഇവിടെയും ശരിവെച്ചു. അതായത് പൊതുനയപരമായ കാര്യങ്ങളിൽ വ്യക്തിഗത താൽപ്പര്യങ്ങളെക്കാൾ പൊതു താൽപ്പര്യത്തിന് മുൻഗണന. അതിന് എല്ലാവരെയും കേൾക്കണമെന്നില്ല എന്ന തത്വം കോടതി ഉറപ്പിച്ചു. STAയുടെ അധികാരത്തെക്കുറിച്ച് കോടതി എന്തു പറഞ്ഞു? STAക്ക് മോട്ടോർ വാഹന നിയമം സെക്ഷൻ 68(3) പ്രകാരം ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് കോടതി സ്ഥിരീകരിച്ചു. ഇത് സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിന് വിധേയമായി തന്നെ നിലനിൽക്കുന്നൊരു അധികാരം തന്നെയാണ്. RTAകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും നിയന്ത്രിക്കാനും STAക്ക് കഴിയും. ഈ പുതിയ നിബന്ധനകൾ, അതായത് ക്യാമറ, PCC പോലുള്ളവ, നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി, പ്രത്യേകിച്ച് പൊതുസുരക്ഷയുമായി ചേർന്നു പോകുന്നതാണ് എന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. മുൻപ് ഒരു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയും കോടതി പരിഗണിച്ചു എന്ന് കേട്ടല്ലോ. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മുൻപൊരു ഡിവിഷൻ ബെഞ്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് പുറമേയും സംസ്ഥാനത്തിന് അധികാരമുണ്ടെന്ന് വിധിച്ചിരുന്നു. ആ വിധിയിൽ CCTV ക്യാമറകൾ വയ്ക്കാൻ നിർദ്ദേശിക്കാൻ അധികാരമുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ആ വിധിയും കോടതി പരിഗണിച്ചു. അപ്പോൾ PCC ഉൾപ്പെടെയുള്ള നടപടികൾ നിയമവിരുദ്ധമല്ല, നിലവിലെ ചട്ടങ്ങളുടെ റൂൾ 153, റൂൾ 10 ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുന്നതാണ് എന്നും കോടതി നിരീക്ഷിച്ചു. കർണാടക ഹൈക്കോടതിയുടെ കണ്ടെത്തലും കോടതിക്കൊരു ബലം നൽകി. പെർമിറ്റ് വ്യവസ്ഥ മാറ്റുമ്പോൾ നോട്ടീസ് വേണം എന്ന വാദത്തെപ്പറ്റിയോ? ഹർജിക്കാർ പറഞ്ഞ കേസുകളറ്റിയെ നിലവിലുള്ള പെർമിറ്റ് റൂട്ടിലോ അല്ലെങ്കിൽ അതിന്റെ വ്യവസ്ഥകളിലോ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇവിടെ STA ചെയ്തത് സംസ്ഥാനത്ത് മൊത്തത്തിൽ ബാധകമാകുന്ന പൊതുവായ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയാണ്. ഇതിന് ഓരോരുത്തർക്കും നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കോടതി പറഞ്ഞു. മാത്രമല്ല, ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റൂൾ 405 അനുസരിച്ച് സർക്കുലർ ഇറക്കാൻ അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഓക്കെ. അവസാനമായിട്ട് ഈ ഓപ്പറേറ്റർമാർ ഉന്നയിച്ച പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, വലിയ ചെലവ്, ഇതിനെക്കുറിച്ചൊക്കെ കോടതി എന്തു പറഞ്ഞു? കോടതി അത് കാര്യമാക്കിയില്ല. 2025 ജനുവരിയിലെടുത്ത തീരുമാനമാണ്, നടപ്പാക്കാൻ ആവശ്യത്തിന് സമയം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ കോടതി പറഞ്ഞു. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കോടതി എടുത്തു പറഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തിനിടെ, അതായത് 2023 മുതൽ 2025 വരെ സ്റ്റേജ് കാരേജുകൾ മാത്രം ഉൾപ്പെട്ട 1000-ലധികം അപകടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന കണക്ക് കോടതി പറഞ്ഞു. അപ്പോൾ ഇത്രയും ഗുരുതരമായൊരു സാഹചര്യത്തിൽ പൊതുതാൽപര്യം മുൻനിർത്തി കൊണ്ടുവരുന്ന സുരക്ഷാ നടപടികളെ വെറും സാങ്കേതിക വാദങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ പറഞ്ഞ് തടസ്സപ്പെടുത്താൻ പറ്റില്ല എന്ന വളരെ കർശനമായ നിലപാടാണ് കോടതി എടുത്തത്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ STയുടെ എല്ലാ തീരുമാനങ്ങളും, ഈ ക്യാമറ, ഫാറ്റിക് സെൻസർ, ജിയോ ഫെൻസിംഗ്, PCC, ഇതെല്ലാം നിയമപരമാണ്, അധികാരപരിധിക്കുള്ളിൽ വരുന്നതാണ്, പൊതു താൽപര്യത്തിനനുസരിച്ചുള്ളതാണ് എന്ന് കോടതി കണ്ടെത്തി. ഹർജികൾ മുഴുവനായും തള്ളി. അതെ, അതാണ് ഈ വിധിയുടെ കാതൽ. പൊതുസുരക്ഷയ്ക്ക് ഏറ്റവും വലിയ മുൻഗണന കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ഭരണപരമായ നടപടിക്രമങ്ങളിൽ, അതായത് ഈ കേൾക്കാനുള്ള അവകാശം പോലുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് കോടതി പരോക്ഷമായി പറയുന്നുണ്ട്. STAക്ക് ഈ വിഷയത്തിൽ വളരെ ശക്തമായ അധികാരമുണ്ട് എന്നും കോടതി അടിവരായിട്ട് പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ ഈ വിശദമായ സംഭാഷണത്തിൽ നിന്ന് SAT കേസിലെ പ്രധാന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു.
പൊതുഗതാഗതത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കുമ്പോൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഓപ്പറേറ്റർമാരുടെ വാദം കേൾക്കാതെ തന്നെ മുന്നോട്ടു പോകാൻ നിയമപരമായ സാധുതയുണ്ടെന്നും അവിടെ പൊതു താൽപര്യമാണ് പ്രധാനമെന്നും ഈ വിധി വ്യക്തമാക്കുന്നു. PCC, ക്യാമറകൾ, ജിയോ ഫെൻസിംഗ് എന്നിവ നടപ്പാക്കാനുള്ള അധികാരം STA-ക്കുണ്ടെന്നും കോടതി അംഗീകരിച്ചു. ഇത് തീർച്ചയായും പൊതുസുരക്ഷയ്ക്ക് വലിയ ഊന്നൽ നൽകുന്ന ഒരു വിധി തന്നെയാണ്. എന്നാൽ ഇത് നമ്മളെ ചില കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഈ പൊതുസുരക്ഷയും പിന്നെ വ്യക്തിഗത അവകാശങ്ങളും, ഉദാഹരണത്തിന് തൊഴിൽ ചെയ്യാനുള്ള അവകാശം, സ്വകാര്യത പോലുള്ളവ, അതോടൊപ്പം ഒരു തൊഴിൽ മേഖല നേരിടുന്ന ഈ പ്രായോഗിക ബുദ്ധിമുട്ടുകളും തമ്മിലുള്ള ശരിയായ ഒരു ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ, അതെവിടെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. സുരക്ഷയുടെ പേരിൽ എത്രത്തോളം നിയന്ത്രണങ്ങളാകാം? എവിടെയാണ് അതിന്റെ ഒരു അതിർവരമ്പ്? അതെപ്പോഴും ഒരു ചർച്ചാവിഷയമാണല്ലോ. അതെ, ഈ വിധിയിലുള്ള തത്വങ്ങൾ, അതായത് പൊതുനയത്തിന്റെ പേരിൽ വ്യക്തിഗതമായി കേൾക്കുന്നത് ഒഴിവാക്കാമെന്ന ആശയം, ഇത് ഭാവിയിൽ മറ്റു മേഖലകളിലെ സർക്കാർ നിയന്ത്രണങ്ങളെ എങ്ങനെ സ്വാധീനിച്ചേക്കാം? ഉദാഹരണത്തിന് മറ്റു തൊഴിൽ മേഖലകളിലോ വ്യാപാര സ്ഥാപനങ്ങളിലോ എന്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ഇതുപോലത്തെ നിരീക്ഷണ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പശ്ചാത്തല പരിശോധനകളോ കൂടുതൽ കർശനമാക്കാൻ ഈ വിധിയൊരു മാതൃകയായിട്ട് മാറുമോ? ഈ സുരക്ഷയും വ്യക്തിഗത സ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു സംഘർഷം ഒരുപക്ഷെ വരും നാളുകളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. ഇത് നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിലുള്ള വളരെ ആഴത്തിലുള്ള ഈ വിശകലനത്തിൽ പങ്കുചേർന്നതിന് നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.